യെസ് മിസ്സേ വായിച്ചോളൂ. Analyze the themes and purpose of Spencer Protalamian. പ്രൊത്തലാമിയൻ എന്ന് പറയുന്ന സ്പെൻസറിന്റെ പോയത്തിന്റെ തീംസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീംസ് കേട്ടോ. അപ്പൊ പോയത്തിനകത്ത് എന്തുണ്ട് തീംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ കുട്ടികൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീംസും അതേപോലെ തന്നെ പല ലിറ്റററി ഡിവൈസസ് ഒക്കെ നമ്മൾ എല്ലാം ടച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. യെസ് മിസ്സേ പറഞ്ഞോളൂ. മിസ്സേ ഇതേപോലെ വേറൊരു വർക്ക് ഉണ്ടല്ലോ, എപ്പിത്തലാമിയൻ സ്പെൻസറിന്റെ അല്ലെ, അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് സോങ് ആണ്. ഓക്കെ മിസ് പറഞ്ഞോളൂ, ഞാൻ പറയാം. ഓക്കെ പ്രോത്തലാമിയൻ അല്ലെ, നമ്മൾ പറഞ്ഞു എപ്പിത്തലാമിയൻ ഇതേപോലത്തെ ഒരു വെഡിങ് സോങ് ആണെന്നുള്ളത്. യെസ് പ്രോത്തലാമിയൻ എന്ന് പറയുന്ന സ്പെൻസേഴ്സ് യെസ് പ്രോത്തലാമിയൻ റിഫ്ലെക്ട് സ്പെൻസേഴ്സ് നാഷണൽ പോയറ്റ് റോൾ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്ത് നമ്മളുടെ ഒരു പ്രോത്തലാമിയൻ എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ മാരേജ് എന്നത് ഏറ്റവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വെഡിങ് സോങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ മാരേജിന്റെ ആ ഒരു എന്താ പറയാ വാല്യൂ, ഇപ്പൊ നമ്മൾ നേരത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ പറഞ്ഞതുപോലെ തന്നെ മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും പീസ്ഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഈ ഒരു മാരേജ് എന്നുള്ള സെലിബ്രേറ്റ്സ് മാരേജ് ആസ് പീസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണേ പീസ്ഫുൾ, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ട്രൂ ആയിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് മാരേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പല ഒരു ഹാപ്പിനെസ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം വേണം, ഒരു കണക്ഷൻ എന്താ പറയുന്നത്, യെസ് പല ഇമേജറീസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. പല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, പറയാണെങ്കിൽ കുറച്ചധികം പറയാനാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്, അതും എന്ത് ചെയ്യണം നോട്ട്. തീംസ് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ, അതായത് മാരേജിന്റെ കാര്യം മാത്രമല്ല ഇദ്ദേഹം അതിൽ പറയുന്നത്, മറിച്ച് ഏതാണ് കൺട്രി, നേച്ചർ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്തുണ്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീംസ് ആയിട്ട് നമുക്ക് കേവലം ഒരു മാരേജിൽ മാത്രം ഒതുങ്ങി കൂടാണ്ട് ഈ പറയപ്പെടുന്ന നേച്ചറിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് അദ്ദേഹം എന്തിനൊക്കെ അത് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ ആയി എന്നുള്ളതാ. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? യെസ്, ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഒരു മഹത്വമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, അത് കൂടുതലായിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ് ഷോർട്ടൺ ചെയ്തിട്ടാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾ പോയം വായിക്കണം, ടെക്സ്റ്റ് വായിക്കണം. പോയം ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, സാധനം കിട്ടും. വായിക്കാം കേട്ടോ, നന്നായിട്ട് വായിക്കാം, വായനയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ് മിസ്, ടിയർ ഉണ്ട് കേട്ടോ, ടിയർ ഉണ്ട് ടെക്സ്റ്റിനകത്ത് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് പല ബ്ലോക്കിനകത്ത് യൂണിറ്റ്സ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ യൂണിറ്റിനകത്തും ഡിവിഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് വായിക്കണം. നിങ്ങൾ ഈ ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ആണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്, ബാക്കിയൊക്കെ എന്താണ് സെക്കൻഡറി സോഴ്സ് ആണ്. യൂണിറ്റിനകത്ത് അതായത് ഈ ടിയറിന്റെ ടൈറ്റിലൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിക്കോളന്നില്ല. ടെക്സ്റ്റിനോട് എത്രത്തോളം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് കാണാനായിട്ട് പറ്റുന്നുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. യൂണിറ്റിനകത്ത് തന്നെ കുറെ അധികം പോയിന്റ്സ് വരുന്നുണ്ട്, കുറെ അധികം ഫിക്ഷൻസ് തന്നെ വരുന്നുണ്ട്, അതൊന്ന് ആദ്യം നോക്കുക കേട്ടോ. യെസ് മിസ് നോക്കി വായിച്ചോളൂ. How did Sir Philip Sidney's Astrophil and Stella challenges poetic norms and integrate diverse themes? അതായത് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്ന പോയത്തില് വരുന്ന ഡൈവേഴ്സ് തീമുകൾ എന്താണെന്നും അതെങ്ങനെയാണ് ഒരു ട്രഡീഷണൽ പോയറ്റിക് നോംസിനെ ബ്രേക്ക് ചെയ്തതെന്നും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിഡ്നിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അംബീഷ്യസ് പോയറ്റ് ആണ്. അദ്ദേഹത്തിന്റെ അംബീഷൻ എന്തായിരുന്നു? ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ് ആവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അംബീഷൻ. സോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വോക്കാണ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ടുള്ള വോക്ക്. അപ്പൊ ഈ ഒരു വോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് പെട്രാർക്കൻ സോണറ്റ് സീക്വൻസുകളാണ് ഈ ഒരു വോക്കിലുള്ളത്. അതായത് 108ഓളം സോണറ്റ്സുകളും 11 സോങ്സുമാണ് ഈ ഒരു കളക്ഷൻ ഓഫ് ബുക്കിലുള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പോ പെട്രാർക്കൻ സോണറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ മിസ്സേ, ഐഡിയലൈസ്ഡ് ബ്യൂട്ടിയാണ് എപ്പോഴും അതില് വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിഡ്നി എന്താ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാല്, പ്രണയത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ ലവിന്റെ ഒപ്പം അദ്ദേഹം എന്തൊക്കെ തീംസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്? പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് തീംസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു പഴയ പോയറ്റിക് നോംസിനെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി പറയണോ? വേണ്ടല്ലോ.
അത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു ചാപ്റ്റർ, അതുകൊണ്ടാണ് പറയുന്നത്.